പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതയാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും മോർണിംഗ് പ്രെയറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവത്തോടുകൂടെ ഒരു യാമം, ഒരു പ്രഭാതം ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 14-ാമത്തെ തിരുവചനം: എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. ഇതൊരു പ്രാർത്ഥനാവാചകമല്ല, മറിച്ച് യോസഫ് എന്നു പേരായ ഒരു മനുഷ്യൻ്റെ അപേക്ഷയാണ്. അയാളൊരു സ്വപ്നക്കാരനാണ്. ദൈവത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവിക ദർശനത്തെ, ദൈവിക സ്വപ്നത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച ഒരു ദൈവമനുഷ്യൻ. എന്നാൽ അവൻ്റെ ചെറുപ്രായത്തിൽ താൻ കണ്ട സ്വപ്നത്തിന് താൻ കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറയുന്നത് വളരെ 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 വലുതായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പിതാവിന് ഇഷ്ടപുത്രനായിരുന്ന ആ മനുഷ്യൻ, എന്നാൽ ഇപ്പോൾ ആ മനുഷ്യനായിരിക്കുന്നത് കാരാഗൃഹത്തിലാണ് എന്ന് പറയുമ്പോൾ എന്തൊരു ദുരവസ്ഥയാണ് എന്ന് നമുക്കൊരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം. സ്വപ്നമുള്ള വ്യക്തി, ചെറുപ്പത്തിൽ തന്നെ ദൈവിക ദർശനം പ്രാപിച്ച വ്യക്തി, സ്വന്തം പിതാവിന് ഇഷ്ടപുത്രനായ മനുഷ്യൻ, മകൻ, എന്നാൽ ഇപ്പോൾ വാസം കാരാഗൃഹത്തിൽ. എന്താണ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്? എന്തെല്ലാമാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്? സ്വന്തം സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ, 20 വെള്ളിക്കാശിന് അടിമയായി മിദ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടവൻ. മിദ്യാന്യ കച്ചവടക്കാർ അവനെ ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിഫറിന് വിൽക്കുകയാണ്. യഹോവയായ ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും സാധിക്കുവാനിടയായി തീർന്നു. എന്നാൽ പൊത്തിഫറിൻ്റെ ഭവനത്തിലും അവനെ എതിരേറ്റു വന്നത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒറ്റപ്പെടലുകളും കുത്തുവാക്കുകളും അപമാനവും നിന്ദയുമായിരുന്നു. സഹോദരന്മാരുടെ അസൂയ, കൊലപാതക ശ്രമം, പൊട്ടക്കിണർ, അടിമത്വം, പരദേശവാസം, പ്രലോഭനങ്ങൾ, അപവാദം, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ, ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് വന്ന് ഇപ്പോൾ ഈ ജയിലിൻ്റെ അറയ്ക്കുള്ളിൽ വന്നു നിൽക്കുന്ന ഒരനുഭവത്തിലാണ് നാം യോസഫിനെ കാണുന്നത്. എന്നാൽ ഈ പ്രഭാതത്തിൽ യോസഫിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവിടെ പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് കാര്യമെന്നറിയാമോ? എന്താണ് കാരണമെന്നറിയാമോ? താൻ കിടക്കുന്ന അതേ ജയിലിൽ അപ്പക്കാരുടെ പ്രമാണിയും ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും കടന്നു വന്നിരിക്കുകയാണ്. യോസഫ് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു മ്ലാനത, ഒരു ദുഃഖഭാവം. എന്താണ്? തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വേദനയിലൂടെ കടന്നു വന്നതുകൊണ്ടാകാം
മറ്റുള്ളവരുടെ ദുഃഖം തന്നെ സ്പർശിക്കുവാനിടയാകുന്നു. ആമേൻ. അവരുടെ ദുഃഖത്തിൻ്റെ കാര്യം മനസ്സിലാക്കുവാൻ ശ്രമിച്ച യോസഫിനൊരു കാര്യം മനസ്സിലായി. അവർ കണ്ട ഒരു സ്വപ്നമാണ് ഈ വേദനയ്ക്കും സങ്കടത്തിനുമൊക്കെ കാര്യവും കാരണവുമായിരിക്കുന്നത്. അവർ പറഞ്ഞുകൊടുത്ത സ്വപ്നത്തിൻ്റെ അർത്ഥം യോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനിടയായി. പ്രത്യുപകാരമായി പാനപാത്രവാഹകനോട് പറയുന്ന വാക്കുകളാണ്: നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം, എന്നോട് ദയ തോന്നണം. ആമേൻ. ഫറവോനെ എൻ്റെ വസ്തുതയൊക്കെ ഒന്ന് ബോധിപ്പിച്ചിട്ട് എന്നെ ഈ വീട്ടിൽ നിന്നൊന്ന് വിടുവിക്കണം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, അതേ അധ്യായം 40-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യോസഫ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. അതെ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആമേൻ അനേകം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആമേൻ അവർ അനുഭവിച്ച ചില വഴികളാണ്, ചില സാഹചര്യങ്ങളാണ് ഈ പ്രഭാതയാമത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ആമേൻ. നിന്നിൽ നിന്ന് നന്മ അനുഭവിച്ച പലരും നിന്നെ ആമേൻ ഉപേക്ഷിച്ചു കളയുമ്പോൾ, ആമേൻ തള്ളിക്കളയുമ്പോൾ, മറന്നുകളയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ എത്രത്തോളം വേദനപ്പെടുത്തുമെന്നുള്ളത് ആമേൻ വർണ്ണനാതീതമായ കാര്യം തന്നെയാണ്. ഈ പ്രഭാതത്തിൽ പലരും മറന്നു കളഞ്ഞ നിന്നോട് ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം: നിന്നെ മറന്നവരെ ആമേൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവം, ആമേൻ നിന്നെ മറന്നു കളഞ്ഞവരെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ചിന്തകളിൽ ഉളവാകത്തക്ക നിലവാരത്തിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ആമേൻ പദ്ധതികൾ, പ്ലാനുകൾ തയ്യാറാക്കുന്ന അത്യുന്നതനായ സർവശക്തനായ ഒരു ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. അതെ, ആമേൻ, നിന്നെ മറന്നു കളയാത്ത ആമേൻ ഒരു ദൈവം ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഈ പ്രഭാതയാമത്തിൽ ഒരു ദൂതായി ഞാൻ വിളിച്ചു പറയുകയാ: ദൈവം നിന്നെ മറക്കത്തില്ല. സഹോദരന്മാർ മറന്നാലും, സാഹചര്യം നിന്നെ മറന്നാലും, അപ്പനും അമ്മയും സ്വന്തവും ബന്ധവും രക്തബന്ധങ്ങളും സകലരും നിന്നെ മറന്നാലും മറക്കാത്ത അത്യുന്നതനായൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് നിന്നെ ഓർക്കുന്നു, നിന്നെ വിചാരിക്കുന്നു. അതെ, ഈ പകലിൽ പലരും മറന്നുകളഞ്ഞ ചിലതിനെ ദൈവം ഓർക്കുമെന്ന് ആമേൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാ. ദൈവം നിന്നെ മറക്കത്തില്ല, ദൈവം നിന്നെ കൈവിടത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ആമേൻ. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ? ദൈവത്തിന് നിന്നെ ആമേൻ മറന്നുകളയുവാൻ കഴിയത്തില്ല, ദൈവത്തിന് നിന്നെ തള്ളിക്കളയുവാൻ കഴിയത്തില്ല, ദൈവത്തിന് നിന്നെ ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ ഉള്ളം കൈകളിൽ നിന്നെ വരച്ചിരിക്കുകയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാ എൻ്റെ കർത്താവ് നിന്നെ വഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ തലയിൽ നിന്ന് തലമുടി താഴെ വീഴണമെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഈ പ്രഭാതയാമത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശക്തിയോടെ വ്യാപരിക്കുവാനിടയാകുന്നു. ആമേൻ. അവസ്ഥകൾ മാറുവാൻ ഒരു നിമിഷം മതി, സാഹചര്യങ്ങൾ ചേഞ്ച് ആകുവാൻ ഒറ്റ സെക്കൻഡ് മതി. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 9-ാം വാക്യം: അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്: ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. അതെ, ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലരെ ഓർമ്മിപ്പിക്കുവാൻ പോകുന്നു. നിന്നെക്കുറിച്ചുള്ള
ഓർമ്മകൾ അവരുടെ ഹൃദയങ്ങളിൽ, ചിന്തകളിൽ, നിലവുകളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന പ്രഭാതമാണ്. ഷമനിയ, ഹദുനിയ, രഗദനിയ, അൻബാര, ഹേ മനാസിയ, ധുനിയ, ഉരബലവ, ഷംസിയാദുൽ റഹബാനിയ, റുഹേ ഭിയറ സിയാദല റബൗദനി, റുഹേമിയാസി, ഔ ഷമാനിയ സൈധ്വനിയ റബൗദനി, റഹബാനിയ സൈദൽ പ്രൗഢജനം ധനിയ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അങ്ങയുടെ മക്കളെ കരമുയർത്തി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പലരും മറന്നു കളഞ്ഞു. അമ്മ മറന്നു, അപ്പൻ മറന്നു, സ്വന്തം മറന്നു, രക്തബന്ധങ്ങൾ മറന്നു കളഞ്ഞു. എന്നാൽ ദൈവം ഈ പ്രഭാതത്തിൽ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി ഈ പ്രഭാതം മാറട്ടെ. ഈ പകൽ ഒരു വലിയ ഡെലിവറൻസ് നടക്കുവാനിടയായി തീരട്ടെ. ആമേൻ. ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ കരുപിടിക്കപ്പെടുന്ന, ആമേൻ, ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിനാൽ ഉയർത്തപ്പെടുന്ന, ആമേൻ, ചില ടേണിംഗ് പോയിന്റുകൾ വെളിപ്പെടുന്ന, ആമേൻ, ജീവിതത്തിൻ്റെ വഴികളിൽ, ആമേൻ, പലരും മറന്നു കളഞ്ഞ അവസ്ഥയിൽ ദീർഘനാളായി കെട്ടപ്പെട്ടതുപോലെ, ബന്ധിക്കപ്പെട്ടതുപോലെ കിടന്ന നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ, ആമേൻ, അതിശക്തമായ ഒരു ഇടപെടൽ വെളിപ്പെടുന്ന ഒരു പകലായി ഇന്ന് പകലിനെ പരിശുദ്ധാത്മാവ് തീർക്കുകയാണ്. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൈശാചികമായ എല്ലാ പ്രതികൂലങ്ങളും അത് വിട്ടുമാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ നിയോഗം യേശുവിൻ്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കുവാൻ, ഒരു വലിയ നിയോഗം വെളിപ്പെടുവാൻ, ഒരു വലിയ ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.